ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പം എൻ്റെ ഈ ചെറിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചെറിയ വീഡിയോ ലോങ് വീഡിയോ ആവുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ രാവിലെ ഞാൻ 8 മണിക്കാണ് എഴുന്നേറ്റത്. അപ്പം 8 മണിക്ക് എഴുന്നേറ്റു, ചായ എല്ലാം കുടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ വർക്ക് ഡേ ഇൻ മൈ ലൈഫാണ്. ഞാനിതൊരു ഷോർട്ട് ലോങ് വീഡിയോയിലോ ഷോർട്ട് വീഡിയോയിലോ ആയിരിക്കും ഞാനിത് അപ്ലോഡ് ചെയ്യുന്നത്. ടൈം അനുസരിച്ചായിരിക്കും. ടൈമിംഗ് കൂടുതലാണെങ്കിൽ ഞാൻ മറ്റേതിലിടും. 3 മിനിറ്റ്സിനുള്ളിൽ വരുന്നതെങ്കിൽ ഞാൻ ഷോർട്സിലിടും. അപ്പം ചായ കുടിച്ചതിന് ശേഷം ഞാൻ നമ്മുടെ നേരത്തെ ലാപ്പ് ഞാൻ ഓൺ ചെയ്ത് വെക്കും. ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു 11 കഴിയുമ്പോഴായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം 7 മണി ആണ് പ്രസൻറ്റേഷൻ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ രാവിലെ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് നേരത്തെ ലാപ്പ് ഓൺ ചെയ്യും. പതുക്കെ അത് കുറച്ച് ടൈം എടുത്തിട്ടൊക്കെയാണ് അത് ലോഗിൻ ചെയ്ത് നമ്മുടെ ലാപ്പ് ആയി വരുന്നത്. അപ്പം നമ്മുടെ ലാപ്പ് ഇവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെയിറ്റ് ചെയ്യുവാണ്. പിന്നെ എൻ്റെ ബുക്ക് ഉണ്ട്. ഇതിൽ കമ്പനിയുടെ കാര്യങ്ങളും എല്ലാം അതിലുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ ജസ്റ്റ് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബുക്കുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെല്ലാം ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഫ്രൈഡേ ആണ് ഇന്ന് ഞാൻ ഈ വ്ളോഗ് എടുക്കുന്നത്. അപ്പം സാറ്റർഡേ സൺഡേയും എനിക്ക് ഫ്രീ ആണ്. അതാണ് ഞാൻ ഫ്രൈഡേ എടുക്കാമെന്ന് വെച്ചു. അപ്പം ഞാൻ ഇൻറ്റേൺഷിപ്പ് ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പം തീരാറായി. ഇപ്പം ഇനി ഒരു 2 വീക്സും കൂടെ ഉള്ളൂ. അപ്പോൾ അതിന് മുമ്പ് ഞാനൊരു വർക്ക് ഡേ ഇൻ മൈ ലൈഫ് ഒരു വീഡിയോ എടുത്ത് വെക്കാമെന്ന് വെച്ചു. ഈ എടുക്കുന്ന ഫ്രൈഡേ ഇപ്പം ഇന്ന് 7th ആണ്. അപ്പം മിക്കവാറും നാളെ തന്നെ ഞാൻ മാർച്ച് നാളെയോ മറ്റന്നാളോ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമ്മുടെ സിസ്റ്റം ഞാൻ അപ്പം ഓൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ശേഷമാണ് ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് എനിക്ക് പ്രത്യേകിച്ച് വർക്ക് എന്ന് പറയുമ്പം ഞാൻ UI UX ഡിസൈനർ അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടുത്തെ പോസ്റ്റ് UI UX ഡെവലപ്പർ ഇൻ്റേൺ ആയിട്ടാണ് ഞാൻ കയറിയിരിക്കുന്നത്. റിമോട്ട് ജോബാണ്, റിമോട്ടായിട്ടാണ്. പിന്നെ ബാക്കി ഡീറ്റെയിൽസ് കമ്പനി പേര് അതൊന്നും ഞാൻ പറയുന്നില്ല, ഡീറ്റെയിൽ കാര്യങ്ങൾ. അപ്പോൾ ഇത് ഫിഗ്മയിലാണ് ചെയ്യുന്നത്. ഡിസൈൻ UI UX ചെയ്യുന്നവർക്കറിയാം, ഫിഗ്മയിലാണ് ചെയ്യുന്നത്. അപ്പം ഇന്നെനിക്ക് യൂസർ ഫ്ലോ, നമ്മൾ ചെയ്യുന്ന പ്രോജക്റ്റിൻ്റെ ഒരു ചെറിയൊരു പാർട്ടിൻ്റെ യൂസർ ഫ്ലോ ആണ് ഇന്നലെ ഞാനൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫ്ലോ ചാർട്ട് പോലെ യൂസർ ഫ്ലോ ആണ് ചെയ്യുന്നത്. അപ്പം അതാണ് ഇന്നും ചെയ്യാനുള്ള റിസർച്ച് പോലെ ചെയ്യാനുള്ളത്. പിന്നെ അത് ഫിഗ് ജാമിൽ ചെയ്യും. പിന്നെ ഡിസൈൻസ് ഡിസൈൻ പാർട്ടിങ് മൊബൈലും ഡെസ്ക്ടോപ്പ് ഡിസൈൻസെല്ലാം ഫിഗ്മയ്ക്കകത്താണ്. അപ്പം അങ്ങനെയാണ് ഇന്നത്തെ പരിപാടി. ഓക്കെ, അതുപോലെ ഓൺലൈൻ ആയതുകൊണ്ട് ഞാൻ ഇപ്പം 3 months ഇൻറ്റേൺഷിപ്പാണ്, അൺപെയ്ഡാണ് ഇൻറ്റേൺഷിപ്പ്. അപ്പം എന്താ പറയുക, പ്രത്യേകിച്ച് വീട്ടിലായതുകൊണ്ട് റിമോട്ട് ആയതുകൊണ്ട് ഞാൻ അങ്ങനെ വലിയ ഡ്രസ്സൊന്നും ചെയ്ത് നമ്മൾ ഇരിക്കുന്നില്ല. പ്രസൻറ്റേഷൻ സമയത്തും ആദ്യത്തെ ഇൻ്റർവ്യൂ എടുത്ത സമയത്തും 2 ദിവസം മാത്രം നമ്മൾ ക്യാമറ ഓൺ ചെയ്ത് കാണിച്ചിട്ടുള്ളൂ. പിന്നെ നമ്മൾ വോയിസാണ് ചെയ്യുന്നത്, വോയിസ് മാത്രമേ ഉള്ളൂ. ഹെഡ്സെറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ മൈക്രോസോഫ്റ്റ് ടീംസിലാണ് നമ്മൾ ഇത് കമ്പനിയുടെ കാര്യങ്ങളെല്ലാം അതിലാണ്, വർക്ക് സ്പേസ് അതിലാണ്. പിന്നെ ഡ്രസ്സിങ് ഒന്നും വലിയ ഇതില്ല, ഞാൻ പറഞ്ഞല്ലോ. വീട്ടിലെങ്ങനെ നിൽക്കുന്നു അതുപോലെ തന്നെ ഞാൻ നിൽക്കുന്നത്. പിന്നെ ചിലപ്പം ഷോൾ ഇടും, അത് മാത്രമേ ഉള്ളൂ. ചിലപ്പം ഷോളൊക്കെ ഇട്ടിട്ടായിരിക്കും, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, പക്ഷെ ഞാൻ അതൊക്കെ ഇട്ടിട്ടായിരിക്കും ചിലപ്പം പ്രസൻറ്റേഷൻ ചെയ്യുന്നത്. ഇന്ന് ഫ്രൈഡേ ആയിട്ട് ചിലപ്പം അറിയില്ല രാവിലെ മീറ്റിംഗ് ഉണ്ടോ. മെയിൽ ചെക്ക് ചെയ്ത് മെയിലിലോ അല്ലെങ്കിൽ മെസ്സേജസിലോ എല്ലാം മീറ്റുണ്ടോ പറയാൻ പറ്റില്ല. ചില ആഴ്ചയിൽ 1-2 ദിവസം ചിലപ്പോൾ നമ്മുടെ CEO മീറ്റ് വെക്കാറുണ്ട്. 1 മണിക്കോ 12 മണിക്കോ ഇടയ്ക്ക് വെക്കാറുണ്ട്. ഇല്ലെങ്കിൽ ഡെയിലി 7 പ്രസൻറ്റേഷനാണ്. കുറച്ച് നേരത്തേക്ക് ആയിരിക്കും. പിന്നെ ചില സമയങ്ങളിൽ CEO ഉണ്ടെങ്കിൽ ഒരു 1 hour ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതൊക്കെയാണ് വിശേഷങ്ങൾ. ഓക്കെ, ഹായ്. അപ്പോൾ നമുക്കിപ്പം 12:30 ആക്ച്വലി ഈ സമയത്തിൽ ഞാൻ ചെറിയൊരു ബ്രേക്ക് എടുക്കും, എന്തെങ്കിലും സ്നാക്സോ എന്തെങ്കിലും കഴിക്കാം. പക്ഷേ ഞാൻ തലകുനിഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ റിസർച്ച് പാർട്ടായത് കാരണം ഇങ്ങനെ ചില സമയത്ത് കിട്ടും, ചില സമയത്ത് കിട്ടത്തില്ല, അങ്ങനെ ഇരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ കഴിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ ബ്രേക്ക് എടുക്കും. ഫ്ലെക്സിബിൾ ടൈമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ചോറ് കുറച്ച് നേരം കൂടെ വർക്ക് ചെയ്തിട്ട് ഒരു ചിലപ്പം 2 o'clock 2:30 ഒക്കെ ആകുമ്പം ലഞ്ച് കഴിക്കും. പിന്നെ വന്ന് വർക്ക് ചെയ്യും. അത് കഴിയുമ്പം കുറച്ച് കഴിയുമ്പോൾ ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോൾ പിന്നെ ചായ കുടിക്കും. പിന്നെയും വന്ന് നോക്കും. പിന്നെ
പ്രസൻറ്റേഷൻ ടൈം 7. അതിന് മുമ്പൊരു 6 മുതൽ ഞാൻ 6 ആകുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ കംപ്ലീറ്റ് ചെയ്ത് വർക്കൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം 6:30 കഴിയുമ്പോൾ തന്നെ ഞാൻ കയറും. പ്രസൻറ്റേഷൻ ചെയ്യുമ്പോൾ കുറച്ച് നേരത്തെ കയറിയിട്ടായിരിക്കും ചെയ്ത വർക്ക് പ്രസൻറ്റ് ചെയ്യുന്നത്. കാരണം മൈക്രോസോഫ്റ്റ് ടീംസ് ആകുമ്പം അതിൽ ചിലപ്പം എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകും. അങ്ങനെ അതെല്ലാം വെച്ചുകൊണ്ട് നേരത്തെ കയറും. പിന്നെ വേറെ ഹൈ ഗൈസ്, ഞാനിപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, തീർന്നിട്ടില്ല. യൂസർ ഫ്ലോ അല്ലേ, അപ്പം നമ്മൾ വർക്ക് ചിന്തിച്ച് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് വേറെ ടെംപ്ലേറ്റ്സൊക്കെ നോക്കി അങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കി അവിടെ ഇവിടുന്നൊക്കെ പിറക്കി ആണ് ചെയ്യുന്നത്. അപ്പം ഞാനിതുവരെയും ചെയ്ത് എന്തായാലും ഇത് ഇന്ന് ഫ്രൈഡേ ആണ്, അപ്പം ഇന്ന് ചെയ്യാൻ പറ്റുന്ന അത്രയും ചെയ്തു. പിന്നെ അത് ഇന്ന് ചെയ്ത ഒക്കെ പ്രസൻറ്റ് ചെയ്യണമല്ലോ, അങ്ങനെ കുറച്ച് ചെയ്തു. ഫ്ലോ ചാർട്ട് പോലെ വരച്ചിട്ട് ഇപ്പോൾ 2 മണിയായി. ഞാനിനി ഫുഡ് കഴിക്കും. അത് കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ മുട്ടൊക്കെ നടക്കും, പൂച്ചയൊക്കെ പോയി നോക്കും. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ വന്നിരിക്കും. പിന്നെ എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിയാൽ അത് എടുത്ത് ഇടാലോ. ഓക്കെ, അപ്പോൾ ഞാൻ ഉച്ചത്തെ ലഞ്ചും ചോറും പിന്നെ സ്നാക്സ് എല്ലാം കഴിച്ചിട്ട് ഞാൻ വീണ്ടും എൻ്റെ വർക്കിന് മുന്നിലെത്തി. വർക്ക് ചെയ്ത് കഴിഞ്ഞ് അടുത്ത് വൈകിട്ടത്തെ ചായ എല്ലാം കുടിക്കത്തുള്ളൂ. ഇപ്പോൾ ഒരു 3:30 ആകുന്നു. ഒരു 4:35 ഒരു ടൈം വരെ ഞാൻ ചെയ്യാൻ പറ്റുന്ന പോലെ ഞാൻ ചെയ്തിട്ട് ചായ കുടിച്ചിട്ട് പിന്നെ ഞാൻ പ്രസൻറ്റേഷൻ സമയത്ത് 6 മണി 6:30 മുതൽ ഓൺലൈനായിട്ടിരിക്കും. പ്രസൻറ്റേഷൻ കഴിഞ്ഞിട്ട് പിന്നെ അപ്പോൾ തന്നെ ചിലപ്പോൾ ക്ലോസ് ചെയ്യും. അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ ടീംസിലുള്ള ഇൻറ്റേൺസിനോട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ആ സമയത്ത് മെസ്സേജ് അയക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഇൻ ബിറ്റ്വീൻ നമുക്ക് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം എന്തെങ്കിലും സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഹായ്, അപ്പം നമുക്ക് ഇപ്പോൾ 6 മണിയാകുമ്പോൾ 5:45 ആയി. ഞാൻ ഇടയ്ക്ക് വെച്ച് എന്താ പറയുക, ചെറിയതായിട്ട് സ്നാക്സ് പോലെ കഴിച്ചു. നമ്മുടെ 50 ബിസ്ക്കറ്റ്, 50 അല്ല, ഉപ്പ് ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞാൽ സോൾട്ടുള്ള ബിസ്ക്കറ്റ് കഴിച്ചിട്ട് ക്യാഷ്നട്ടും കഴിച്ചിട്ടിരിക്കും. അപ്പം അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പം ഞാൻ പക്ഷേ ഒരു എന്താ പറയുക ചായ കുടിച്ചില്ല. അപ്പം ഞാൻ ചായ കുടിച്ചിട്ട് ഇപ്പം സിസ്റ്റത്തിൽ കയറുവാണ്. സിസ്റ്റം ഞാനിപ്പോൾ ഓൺ ചെയ്തിരിക്കുകയാണ്. അപ്പം അത് സ്ലോ ആയിട്ടാണ്. ഇപ്പം എൻ്റെ സിസ്റ്റം എന്താണെന്ന് അറിയത്തില്ല, ഭയങ്കര സ്ലോ. ഇനി ഇത് റീസ്റ്റാർട്ട് ചെയ്യാനുണ്ട്. നോക്കുവാണെങ്കിൽ കുളമ്പശിപ്പം റീസ്റ്റാർട്ട് ചെയ്തിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ ഇനി അപ്ഡേറ്റ്സ് ചിലപ്പം അങ്ങനെ വരുമല്ലോ, അപ്ഡേറ്റ്സിൻ്റെ എന്തെങ്കിലും ഇഷ്യൂസാണോ. നെറ്റൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ റിമോട്ട് ആകുമ്പോൾ ഇവിടെ വരുന്ന എറേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ അത് സോൾവ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പിന്നെ ഞാനിപ്പം അതിങ്ങനെ പതുക്കെ ഓൺ ചെയ്ത് വരും. ഓക്കെ, എന്നിട്ട് കറക്റ്റ് ഒരു 6:55 കഴിയുമ്പോൾ തന്നെ ഞാൻ മീറ്റിങ്ങിന് ജോയിൻ ചെയ്യും. 56-57 ഒക്കെ ആകുമ്പോൾ തന്നെ ജോയിൻ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്കപ്പോൾ കാണാം. ഹായ് ഗൈസ്, ഇപ്പം 7:30 ആയി. ഇപ്പം മീറ്റിംഗ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് മീറ്റിംഗെല്ലാം കഴിഞ്ഞു. ഞാൻ ഇപ്പോൾ ഷട്ട് ഡൗൺ ചെയ്ത് ലാപ്പ് അടച്ച് വെക്കും. ഇനി നാളെ മറ്റന്നാൾ സാറ്റർഡേ സൺഡേ ഇല്ല, മീറ്റിംഗ് ഇല്ല, ഒന്നുമില്ല. പിന്നെ എന്തെങ്കിലും അത്യാവശ്യം പെൻഡിങ് വർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ സാറ്റർഡേ ചെയ്യുന്നുള്ളൂ. അപ്പം കഴിഞ്ഞ സാറ്റർഡേ ഞാൻ ചെയ്തായിരുന്നു, എനിക്കുണ്ടായിരുന്നു. അപ്പം നാളെ മറ്റന്നാളും എനിക്കില്ല. സോ പറ്റുള്ളൂ. ഇതാണ് എൻ്റെ ഒരു വർക്ക് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ യൂട്യൂബ് ചാനൽ കാണാത്തവരൊക്കെയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ദെൻ ബൈ.